ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നിവിന് യമുനയെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമുണ്ടാവില്ല. പക്ഷേ നരൻ നിവിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അമ്പലത്തിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ കല്യാണം മുടക്കണം എന്ന ലക്ഷ്യവുമായി ജയബാലനും ക്ഷേത്രത്തിലോട്ട് എത്തുന്നുണ്ട്. നരൻ നിവിൻ്റെ അച്ഛനെയും അമ്മയെയും ക്ഷേത്രത്തിലോട്ട് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം എന്ന തീരുമാനവുമായി രാജലക്ഷ്മിയും അമ്പലത്തിലോട്ട് വരുന്നുണ്ട്. നിവിനെ കല്യാണം കഴിക്കാം എന്നുള്ള സന്തോഷത്തിലാണ് യമുന. അമ്പലത്തിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുകയാണ് കാവേരിയും നരൻ നിവിനുമായി അമ്പലത്തിലോട്ട് എത്തുന്നുണ്ട്. ആ സമയത്ത് തന്നെ കാവേരിയും യമുനയുമായി അമ്പലത്തിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ അവരെ താലി കെട്ടാനും വേണ്ടി മണ്ഡപത്തിലോട്ട് കയറ്റി ഇരുത്തുകയാണ്. ആ സമയത്ത് ദൂരെ നിന്നും ജയബാലൻ ഇതെല്ലാം കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് രാജലക്ഷ്മി ഇവിടേക്കൊന്ന് എത്തിയിരുന്നെങ്കിൽ ഈ കല്യാണം മുടക്കാം എന്ന ലക്ഷ്യവുമായിട്ടാണ് ജയബാലൻ നിൽക്കുന്നത്. അങ്ങനെ പൂജാരി നരനോട് പറയും, ഇത് വരനെ കൊണ്ട് ഈ മാലയൊന്ന് അണിയിപ്പിക്കുക എന്ന്. അങ്ങനെ നരൻ ആ മാല എടുത്ത് നിവിന് കൊടുക്കും. ആ സമയത്ത് നിവിൻ അത് ഇടാൻ സമ്മതിക്കില്ല. ഒടുവിൽ നരൻ അത് നിവിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് പൂജാരി പറയും, ഈ മാല ഇനി പെൺകുട്ടിക്ക് ഇട്ട് കൊടുക്കുക എന്ന്. അങ്ങനെ പൂജാരി മാല എടുത്ത് യമുനക്ക് കൊടുക്കുന്നുണ്ട്. യമുന വളരെ സന്തോഷത്തിലായിരിക്കും. ആ സമയത്ത് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വരുന്നുണ്ട്. രാജലക്ഷ്മി വന്ന ശേഷം പറയുന്നുണ്ട്, എന്താ ഇപ്പം ഇവിടെ നടക്കുന്നതെന്ന്. ആ സമയത്ത് നരൻ പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവരുടെ വിവാഹമാണെന്ന്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ജയബാലനും വരുന്നുണ്ട്. ജയബാലൻ രാജലക്ഷ്മിയോട് പറയും, ഈ കല്യാണം ഇപ്പോൾ ഇവിടെ വേണ്ടെന്ന് വെക്കണം, നീ ഇവനുമായി ഇവിടെ നിന്നും പോകണം എന്ന് പറയുകയാണ്. ആ സമയത്ത് രാജലക്ഷ്മി പറയും, എൻ്റെ മകൻ്റെ കല്യാണം എങ്ങനെ നടത്തണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ച് ഇവൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടും എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ജയബാലൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്താ നീ പറയുന്നതെന്ന് ജയബാലൻ രാജലക്ഷ്മിയോട് ചോദിക്കും. ആ സമയത്ത് രാജലക്ഷ്മി പറയും, എന്താ എൻ്റെ മകൻ്റെ കല്യാണം ഇപ്പോൾ നടന്നുകൂടെ? നിങ്ങളുടെ മകളെ കൊണ്ട് രാഗിണിയെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരിക്കും അല്ലേ? അവൾ ഒരു തവണ കല്യാണം കഴിച്ചവളല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ ജയബാലൻ നിവിനോട് പറയും, നീ എണീക്കടാ, നീ ഇവളെ കല്യാണം കഴിക്കണ്ട എന്ന് പറയും. ആ സമയത്ത് നിവിൻ പറയും, ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കല്യാണം നടക്കും, നിങ്ങളിപ്പോൾ ഇവിടെ നിന്നും പോ എന്ന് പറയുകയാണ്. നരൻ പറയും, നിങ്ങൾ പോ, ഈ കല്യാണം ഇപ്പം നടക്കും എന്ന് പറയുകയാണ്. അങ്ങനെ പൂജാരി പറയും, മുഹൂർത്തത്തിന് സമയമായി, താലി കെട്ടുകയല്ലേ ചോദിക്കണേ. ആ സമയത്ത് നരൻ പറയും, ആ കെട്ടാം എന്ന് പറയുകയാണ്. അങ്ങനെ പൂജാരി നിവിൻ്റെ മാല എടുത്ത് കൊടുക്കും, താലി എടുത്ത് കൊടുക്കും. അങ്ങനെ താലി നിവിൻ യമുനയുടെ കഴുത്തിൽ കെട്ടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജയബാലൻ. അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ലാതെ രാജലക്ഷ്മിയും കല്യാണത്തിന് സമ്മതിച്ച് അവിടെ നിൽക്കും. അങ്ങനെ അവർ പരസ്പരം കല്യാണം കഴിക്കുകയാണ് നിവിനും യമുനയും. വളരെ സന്തോഷത്തിലായിരിക്കും യമുന. ആ സമയത്ത് ഇതൊന്നും ഇഷ്ടപ്പെടാതെയാണ് നിവിൻ അവിടെ നിൽക്കുന്നുണ്ടാവുക. ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.